നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി പുറത്തു വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷയ്ക്ക് അർഹരാണെന്നും അവർക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞതായും കോടതി തന്നെ പ്രഖ്യാപിച്ചു. എന്നാൽ 7 മുതൽ 11 വരെയുള്ള ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടു. അവർക്കെതിരെയുള്ള ഗൂഢാലോചന കുറ്റം അടക്കമുള്ളവ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് വിധി വന്ന ശേഷം സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും അനുകൂലിച്ചും പ്രതികൂലിച്ചും പരാമർശങ്ങൾ വരുന്നുണ്ട്. ചിലർ ദിലീപിനെ അനുകൂലിക്കുമ്പോൾ ചിലർ ഇരയായ നടിയെ അനുകൂലിക്കുന്നു. കേസ് ശരിയായ വിധത്തിൽ പ്രോസിക്യൂഷൻ നടത്തിയില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ഉം BJP-യും കോൺഗ്രസും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. BJP-യുടെ കൃത്യമായ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ CPM ഇക്കാര്യത്തിൽ തങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്നും കേസിൽ സർക്കാർ അപ്പീൽ പോകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാം. കോൺഗ്രസിൻ്റെ പ്രതികരണമാണ് വളരെ രസകരമായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ വിധി ആശ്വാസകരമാണെന്നും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്നും പറയുമ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് മറ്റൊരു നിലപാടാണ്. വിധിയിൽ തൃപ്തിയില്ലെന്നും ദിലീപ് അടക്കമുള്ളവർ രക്ഷപ്പെട്ടത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണെന്നും ഒക്കെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഈ കേസ് ഉണ്ടാകുന്നത് തന്നെ ഒരു കോൺഗ്രസ് MLA നിമിത്തമാണ്. PT തോമസ് എന്ന യശശരീരനായ തൃക്കാക്കര MLA ആണ് ഈ കേസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും പോലീസ് അന്വേഷണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുകയും കേസെടുപ്പിക്കുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് PT തോമസിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അതുമാത്രമല്ല, അദ്ദേഹം ജീവൻ വെടിയുന്നത് വരെ ഇരയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് വിജയിച്ചു വരികയും MLA ആയ ശേഷം അവരും ഇരയ്ക്കൊപ്പം, ഇരയായ നടിക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനൊരു പൊതുവായ നിലപാടില്ല. അവർ കൃത്യമായിട്ട് ആർക്കൊപ്പമാണ് എന്ന് പറയുന്നില്ല. ഒരാൾ ഇരയ്ക്കൊപ്പം ഓടുന്നു, മറ്റൊരാൾ വേട്ടക്കാരനൊപ്പം വേട്ടക്കിറങ്ങുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിച്ചിട്ടിറക്കാനോ മധുരിച്ചിട്ട് തുപ്പാനോ കഴിയാത്ത അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ച്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞ മറുപടി 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് ആശ്വാസകരം എന്നാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മളും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ 7 മുതൽ 11 വരെയുള്ള പ്രതികൾ, അതിൽ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ദിലീപ് അടക്കമുള്ള ഈ പ്രതികളെ ഒളിപ്പിച്ച ആളടക്കമുള്ള ആൾക്കാർ, അവരെ വേണ്ടത്ര തെളിവുകളില്ലാത്തതിനാൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒന്നും തന്നെ മിണ്ടിയില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ജഡ്ജ്മെൻറ്റ് കിട്ടാതെ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പകുതി ഇരയ്ക്കൊപ്പം ബാക്കി പകുതി അപ്പുറത്തുമാണ് എന്ന് തോന്നുന്നു. ഇതിൽ ആരാണ് കുറ്റവാളി, ആരാണ് ശരിയായ പ്രതികൾ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസ് നേതാവിന്, പ്രതിപക്ഷ നേതാവിന് കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. ദിലീപ് നിരപരാധിയാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനോട് വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഈ വിധി തൃപ്തികരമല്ല എന്നാണ്. മുഴുവൻ പ്രതികൾക്കും ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ദിലീപ് കുറ്റവാളിയാണ്, പ്രതിയാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നീതിപീഠത്തിന് ദിലീപ് പ്രതിയല്ലെന്നും ദിലീപിനെ ഈ കേസുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നുമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്, വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടത്. പക്ഷേ എന്തുകൊണ്ടോ ഇക്കാര്യം തുറന്നു പറയാൻ ഉള്ള ആർജവം പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നില്ല. KPCC പ്രസിഡന്റ് ആകട്ടെ ഇരയുടെ ഭാഗത്ത് നിന്ന് ശരിയാണ്, ഇരയ്ക്ക് നീതി കിട്ടി, അത് ഭാഗികമാണോ പൂർണ്ണമാണോ എന്നൊക്കെ വിലയിരുത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജഡ്ജ്മെന്റ് വരണം. വളരെ കൃത്യമായിട്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ജയിലിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇനി അവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. അപ്പോൾ ആ നരാധവന്മാർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് അപ്പോൾ അറിയാം. ഒരുപക്ഷെ ജീവപര്യന്തം കിട്ടിയേക്കാം, ചിലപ്പോൾ 20 വർഷം വരെയുള്ള കഠിന തടവ് കിട്ടിയേക്കാം. പക്ഷേ അതേ കോടതി തന്നെ 7 മുതൽ 11 വരെയുള്ള മറ്റു പ്രതികൾക്ക്, ദിലീപ് ഉൾപ്പെടെ, ദിലീപ് അതിൽ 8ാം പ്രതിയാണ്, ഉൾപ്പെടെയുള്ള പ്രതികളുടെ കുറ്റകൃത്യം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അവരെ ഇതുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നാണ് കോടതി വിചാരണയ്ക്കൊടുവിൽ വിലയിരുത്തിയത്. അത് ബോധ്യപ്പെട്ട കോടതി നിരപരാധിയാണെന്ന് കണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഇത് പക്ഷേ തുറന്നു പറയാനുള്ള ആർജവം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നില്ല. KPCC പ്രസിഡന്റ് ആകട്ടെ മുഴുവൻ പ്രതികളെയും ശിക്ഷിച്ചില്ല എന്നുള്ള ആവലാതിയാണ് പറയുന്നത്. അദ്ദേഹവും ഇവിടെ ദിലീപിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇവിടെ കോടതി സ്വീകരിച്ച നിലപാടിനൊപ്പം നിൽക്കാനെങ്കിലും പ്രതിപക്ഷ നേതാവ് തയ്യാറായി. പക്ഷേ KPCC പ്രസിഡന്റ് അങ്ങനെയല്ല നിലപാടെടുത്തത്. ഇത് ആരെ കളിപ്പിക്കാനാണ് ഈ ഇരട്ടത്താപ്പ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ ദിലീപിനെ പ്രതിയാക്കുന്നതിന് പുറകിൽ എന്തൊക്കെയോ ചില മറിമായങ്ങൾ നടന്നിട്ടില്ലേ, ചില ഗൂഢാലോചനകൾ നടന്നിട്ടില്ലേ എന്ന സംശയം ഉയരുകയാണ്. ഈ കോടതി വിധി അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ, വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ പ്രതി ചേർക്കാൻ പാടുള്ളതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നിരപരാധിയായ ഒരാളെ എങ്ങനെ അപരാധിയാക്കി ഈ ചിത്രീകരിക്കുകയും 8 വർഷം ഈ വിചാരണ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് എന്തിനാണ് എന്ന ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ ഇരട്ടത്താപ്പ് ജനം തള്ളിക്കളയും എന്നുള്ള കാര്യം തീർച്ചയാണ്. പ്രതിപക്ഷ നേതാവ് ഒരു വഴിക്ക്, KPCC പ്രസിഡന്റ് മറുവഴിക്ക് അതിന് എതിരായ മാർഗത്തിലൂടെ പോകുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഒരു കൃത്യമായ നിലപാട് പോലും എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആ ജഡ്ജ്മെന്റ് പുറത്തു വരട്ടെ. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്.